ലൂസിഫർ പോലൊരു സ്വഭാവമേ അല്ല ബ്രോ ഡാഡിക്ക്. അതേ സ്വഭാവമല്ല ഇനിയിപ്പോൾ ലൂസിഫറിൻ്റെ തന്നെ ഭാഗമായി വരുന്ന എമ്പുരാൻ. അതെങ്ങനെ അറിയാം? അല്ല അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ ഒരു ഭയങ്കര ഒരു ട്രെൻഡാണ് ഈ ഔട്ട്ഫിറ്റ് വർത്ത് അറിയുന്നത് എന്ന് പറയും. എന്തായാലും ഒരു 10,000 രൂപ വരും അല്ലേ? ഇല്ല, അറൗണ്ട് 85,000. അങ്ങനെ ഒരു കാര്യം ചെയ്യ്. നീ നിലത്തിരുന്നിട്ട് സൂര്യ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്, മമ്മൂക്കനെ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇവരെല്ലാരും വെച്ച് പടം എനിക്ക് ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ അവരോട്? ഇല്ല, കഥ കണ്ട്. അപ്പോൾ ചേട്ടൻ ചെയ്ത ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചേട്ടൻ ഉത്തരം പറയൂ. ചോദിക്കുന്നത് നിങ്ങളുടെ ധർമ്മം, ഉത്തരം പറയുന്നത് എൻ്റെ ഇഷ്ടം. ദുബായില് ഇത് പ്രൊമോഷന്റെ സമയത്ത് പറയണ്ടായിരുന്നു, സത്യത്തിൽ പ്രൊമോഷണൽ ഇന്റർവ്യൂസ് വരാൻ ഞങ്ങൾക്ക് ഒരു ചെറിയ പേടിയുണ്ട്. ശരിക്കും അങ്ങനെ പേടിയുണ്ടോ? പേടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. മലയാള സിനിമയിൽ നിന്ന് ഒരു ആലോചന വന്നാൽ ഉറപ്പിക്കുവോ? ഈ ആലോചന ഒന്നും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. എനിക്ക് പ്രണയിച്ച കല്യാണം കഴിക്കാനേ പറ്റുള്ളൂ. അത് പ്രത്യേകം തീരുമാനിച്ചു. അതെന്താ അതിന്റെ ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി ഞാനിപ്പം എനിക്ക് പറ്റുമായിരിക്കും. എനിക്ക് പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഒരു പ്രതീക്ഷ. നമ്മളത് രോഹിക്കുന്നവരെ കർമ്മ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കർമ്മ. പാലാരിവട്ടം ജംഗ്ഷനിൽ ഒരു വെള്ള ഷർട്ട് കറുത്ത പാൻറ് നിൽപ്പുണ്ട്.